വയ്ക്കരുത്. എത്ര വിളി വിളിച്ചു, ഒന്ന് മിണ്ടിക്കൂടെ? ചേട്ടാ, മാറണം അവിടുന്ന്. അവന്റെ ഒരു സംഗീത പ്രേമം ഒന്നങ്ങ് വെച്ചെന്നാലുണ്ടല്ലോ ആ സ്വത്ത്. എടിയടി, അവനെ തൊട്ടാലുണ്ടല്ലോ നിന്റെ ചെവി ഞാൻ പൊന്നാക്കും, പറഞ്ഞേക്കാം. അവനെന്തിനാ എന്നെ കടിക്കാൻ വരുന്നത്? നീ വെറുതെ കാണിച്ചാൽ അവൻ ചുമ്മാതിരിക്കോ? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അവനോട് മിണ്ടണ്ട. അവനോട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. കണ്ടില്ലേ, എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുന്നുണ്ടോ ഇതിനെ? ഹയ്യടി, എന്നിട്ട് ഇവൾക്ക് ബുദ്ധിയില്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഓ, ഒരു ബുദ്ധിജീവി വന്നിരിക്കുന്നു. നിന്നേക്കാൾ ഭേദമാ. പിന്നെ അതിലിട്ട് തട്ടാൻ പോവാ. വാ ചേട്ടാ, ഒരു ഗെയിം കളിക്കാം പ്ലീസ്. ഞാനില്ല, നീ പോയി കളിച്ചോ. ഒറ്റയ്ക്ക് ഷട്ടിൽ കളിക്കുന്നത്? ആ ബ്ലാക്കി, നീ പോകുന്നേ പോയിക്കോ. ഒന്ന് വാ ചേട്ടാ. എപ്പോ നോക്കിയാലും ഒരു സംഗീതം. ഇൻസ്പെക്ടർ ആകാൻ പോകുന്ന ആളാ സംഗീതം പഠിക്കുന്നത്. എന്താടി, അവർക്ക് ഇതൊന്നും പാടില്ലേ? പാട്ട് പാടിക്കൊണ്ടായിരിക്കും കള്ളനെ പിടിക്കുന്നത്. നീ ഒന്ന് പോകുന്നുണ്ടോ അവനെ? ഇപ്പൊ പോകുന്നില്ല. എടി, പറയുന്നത് കേൾക്കുന്നത് നല്ലത്. എണീറ്റ് പോ. പോവില്ല പോവില്ല പോവില്ല. ആ, അമ്മ പൂജാൻ പോയില്ല, കുറച്ചുകൂടെ ഉറക്ക വിളിക്കും. എന്താ ഇത്? വിടവളെ. എണീറ്റ് പോ. ഈ പിശാചിനെന്തോ പറഞ്ഞെന്നും പറഞ്ഞ എന്റെ ചെവിക്ക് പിടിച്ചു നുള്ളിയതൊന്ന്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കുറുമ്പ് കാണിച്ചാവാൻ വിടുവോ? ഒരു ഗെയിം കളിക്കാൻ വരാൻ പറയുന്നേ. കുറച്ചു നേരം ചെല്ലട മോനെ. എന്നെ കൊണ്ട് പറ്റില്ല, അമ്മയ്ക്ക് പറ്റുമെങ്കിൽ ചെല്ല്. ആ ദാ മുറച്ചെറുക്കം വരുന്നുണ്ട്, ചെല്ല്. അവന്റെ അടുത്താവുമ്പോ നിന്റെ കുറുമ്പ് എന്തും ചെലവാകും. ഹായ്. ഹലോ. നിന്നെയും കാത്തിരിക്കുകയാണ്. എടാ രാജ, ഇവന്റെ കൂടെ ഒരു ഗെയിം ഷട്ടിൽ കളി. ഇതുങ്ങൾ രണ്ടെണ്ണുള്ളത് മതി മോനെ. എപ്പോ നോക്കിയാലും തമ്മിത്തല്ല. അടുത്ത ആഴ്ച കോളേജിന്റെ ഒരു സ്റ്റഡി ടൂർ ഉണ്ട്, അത് പറയാനാ ഞാൻ വന്നത്. ടൂർ അടുത്ത ആഴ്ചയല്ലേ? ഇപ്പൊ നീ ചെല്ല്. വാ രാജ, ഈ ബുദ്ധൂസ് ഇവിടെ ഇരിക്കട്ടെ. ബ്ലാക്കി, ഷട്ടിൽ വരെ അവിടെ നിൽക്ക. ബ്ലാക്കി, അവിടെ നിൽക്ക. എടാ ബ്ലാക്കി, മര്യാദയ്ക്ക് ഷട്ടിൽ വാ. ബ്ലാക്കി, എടാ ബ്ലാക്കി, എടാ നിൽക്ക. ബ്ലാക്കി, എടാ നിൽക്കാനവിടെ. ചേട്ടാ, ചേട്ടാ. എന്താടി? എന്റെ ഷട്ടിൽ മേടിച്ചതാ. ബ്ലാക്കി, കമോൺ കമോൺ കമോൺ. നിനക്ക് എന്തിനാണോ ഷട്ടില്? Come on, stop. Up, up, up. Stop. Up. Catch. എടുക്ക. എടുക്കടാ. Stop. Come on. Come on, come on, come on, come on. മതിയുടെ കളിച്ചു, ഡാഡി വരുന്നു. യമുനെ, മതി കളിച്ചു, ഡാഡി വരുന്നു. വാ. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്. ഞാൻ എപ്പോഴാ വന്നേ? കുറച്ച് സമയമായി. എന്താ ഡാഡി, അടുത്ത ആഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്. ഡാഡിയുടെ അനുവാദം ചോദിക്കാനാ രാജൻ വന്നത്. എവിടേക്കാ ടൂറ്? മലമ്പുഴയിലും നെല്ലിയാമ്പതിയിലുമാണ്. ഇനി ഒരാഴ്ച ഉണ്ടല്ലോ മോനെ. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടായിരുന്നു? ആരൊക്കെയോ ഫോൺ ചെയ്തിരുന്നു, അമ്മയെ അറ്റൻഡ് ചെയ്തത്. ബ്ലാക്കി, എടാ പൊന്നച്ച, നേരം വെളുക്കുന്നവരെ കുത്തിയിരുന്നിട്ട് ഒരു കേസ് പോലും പിടിക്കാൻ പറ്റില്ല. പ്രതാപ് സാർ ഇവിടെ വന്നേ പിന്നെ കഞ്ചാവിന്റെയും ചന്ദനത്തടിയുടെയും പണി ചെയ്യുന്നവരൊക്കെ പണി നിർത്തി. അവര് പണി തുടങ്ങിയാലല്ലേ നമ്മുടെ പോക്കറ്റിൽ ശകലം ചില്ലറ വീഴൂ. ഒന്ന് പതുക്കെ പറ. അയാളുടെ കാതി വീണ
തൊപ്പിയും ഊരി ചൊറിഞ്ഞോണ്ട് വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും. ദോ, ദോ. ഏത് സിനിമാക്കാരുടെ വണ്ടിയാ? എവന്റെ വണ്ടിയായിരുന്നാലും എന്താ, ചെക്ക് ചെയ്തിട്ടേ വിടുന്നുള്ളൂ. വാ. ആ നിർത്ത്, നിർത്ത്, സ്റ്റോപ്പ് നിർത്ത്. സ്റ്റോപ്പ്. ആ വാ 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 വാ. എല്ലാരും പുറത്തിറങ്ങിക്കേ, വണ്ടിയൊക്കെ ഒന്ന് പരിശോധിക്കണം. സാറേ, ഞങ്ങൾ ഔട്ട്ഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്നതാ. ദയവ് ചെയ്ത് ഉപദ്രവിക്കാതെ വിട്ടയക്കണം. എടോ, സ്റ്റേറ്റ് കാണണമെങ്കിലും പിടിക്കണമെന്നാ DSPയുടെ ഉത്തരവ്. അങ്ങേര് പിടിക്കാൻ പറയും, കുറെ കഴിയുമ്പോ മുകളിൽ നിന്ന് വിടാൻ പറയും. നിങ്ങൾ എന്തിനാ വെറുതെ സമയം കളയുന്നത്? അങ്കിൾ വീടു അങ്കിൾ, ഇതെല്ലാം കെട്ടിവെച്ചിറക്കുന്ന ബുദ്ധിമുട്ടാ. വീടു അങ്കിൾ. സിനിമാക്കാര് ഭാഗ്യം ചെയ്തവരാ. ഞങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങൾക്കും പങ്കുണ്ട്. എടോ, ആര് കൈകാണിച്ചാൽ നിർത്തുന്ന വിട്ടേര്. വിട്ടോ 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 വിട്ടോ. അയ്യോ, ഈ സിനിമ നടികൾ നല്ലവരാ. അപ്പോഴേ തങ്കപ്പാ, നേരെ ഗോഡൌണിലേക്ക് പോയിക്കോ. ഞാൻ സ്വപ്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നേക്കാം. റൈറ്റ് 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 വിട്ടോ. എടാ, വണ്ടി എങ്ങാനും പരിശോധിച്ചിരുന്നെങ്കിൽ 4 ലക്ഷം രൂപയുടെ സ്പിരിറ്റും നമ്മളും അകത്തായേനെ. അതൊന്നും പറയാതിരിക്കാ ഭേദം. എന്റെ നെഞ്ച് ഇപ്പോഴും പടപടാതടിക്കുന്നു. ആ സ്വപ്നയും പെമ്പിള്ളേരും ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എടാ, ഇനി വണ്ടി എങ്ങാനും തടഞ്ഞാ കേറ്റി ഇറക്കിയേക്കണം കേട്ടോ. ഓക്കെ സാർ. പോലീസ്. ഒന്നും ചെയ്യരുത് സാർ. ഹലോ, യെസ്. ആ, ഞാൻ പ്രൊഡ്യൂസറുടെ ഭാര്യയാ സംസാരിക്കുന്നത്. നിങ്ങളാരാ? സ്വപ്നയാണ്. പ്രൊഡ്യൂസർക്ക് ഒന്ന് ഫോൺ കൊടുക്കൂ. പ്രൊഡ്യൂസർ ഇവിടെ ഇല്ല. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് പ്രൊഡ്യൂസറോട് പേഴ്സണായിട്ട് സംസാരിക്കണം. ഞാൻ അറിയാത്ത പേഴ്സണലൊന്നും വേണ്ടടി. നീ അഭിനയിക്കാൻ വന്നെങ്കിലേ അഭിനയിച്ചിട്ട് പോ. നിങ്ങൾക്ക് എന്താ ഒരു കൾച്ചർ ഇല്ലാത്തത്? നിന്റെ ഒരു കൾച്ചർ. എടി, എന്റെ ഭർത്താവിനെ വലവീശയിലുണ്ടല്ലോ, ചുട്ടുകളയും ഞാൻ. എന്താ നിങ്ങൾ പറഞ്ഞത്? നോൺസെൻസ്. വെക്കടി ഫോൺ, ഏരപ്പേ. നീ സ്വപ്നയാണ് ചീത്ത വിളിച്ചത്? ഓ, ഒരു സ്വപ്ന. അവളുടെ പേര് പറഞ്ഞപ്പോ തേനൊലിക്കുന്നല്ലോ. എടി, ഞാൻ ലക്ഷങ്ങൾ മുടിക്കെടുക്കുന്ന പടത്തിന്റെ ഹീറോയിൻ അവൾ. ഹീറോയിൻ പടത്തിൽ മതി, വീട്ടില് വേണ്ട. അനാവശ്യം പറയരുത്. ഞാൻ പറയുന്നില്ല, കുഴപ്പം നിങ്ങൾക്ക് കാണിക്കല്ലേ. അത് ശരി. അപ്പൊ നിനക്ക് അത്രയ്ക്ക് വാശിയാണല്ലേ? ഇതാ നോക്ക്, എന്നോടധികം കളിച്ചാൽ അവളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടു താമസിക്കും. പറഞ്ഞേക്കാം. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഒന്ന് പുറത്തു പോ, ഞാൻ ഡ്രസ് ചെയ്യട്ടെ. നിനക്ക് അവൾ അറിഞ്ഞൂടെ സ്വപ്നം? ആ കഴുത്ത് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ദേഷ്യം പിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ എനിക്കിത് ലൈൻ തരാനേ ഞാൻ അവരോട് പറഞ്ഞുള്ളൂ. അതിന് അവർ കിടന്ന് ചാടുന്ന എന്തിനാ? അവള് പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യം ഇപ്പൊ എനിക്കില്ല. അതൊക്കെ പണ്ട്. എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാകില്ല എന്ന് വെച്ചാൽ ഞാനങ്ങ് മിണ്ടിയാ മതി, 1000 പേര് പുറകെ വരും. എന്തിനു പറയുന്നത്? എല്ലാം മറന്ന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയി. അതുകൊണ്ടല്ലേ എന്റെ പ്രൊഡക്ഷൻ നിന്റെ പേര് തന്നെ വെച്ചത്. നിങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഉണ്ടാക്കി തരണ്ട. നോക്ക് സ്വപ്നം, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. നിനക്ക് വേണ്ടി അവൾ ഉപേക്ഷിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. നോക്ക്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല.